ഹരേ കൃഷ്ണ. മഹാഭാരതം എല്ലാവർക്കും അറിയാം. അതിൽ കർണനെ പറ്റിയും എല്ലാവർക്കും അറിയാം. കർണൻ്റെ ജനന കഥ നമുക്കൊന്ന് നോക്കാം. കുന്തിഭോജ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ മഹാതേജസ്വിയായ ഒരു ബ്രാഹ്മണൻ എത്തിച്ചേർന്നു. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ ഭിക്ഷയ്ക്ക് വന്നതാണ്. അങ്ങോ പരിചാരകന്മാരോ എനിക്ക് അഹിതമായി ഒന്നും ചെയ്യരുത്. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കുറച്ചു നാൾ ഇവിടെ പാർക്കാം. ഇത് കേട്ട് കുന്തിഭോജൻ പറഞ്ഞു, മഹാത്മൻ, എനിക്കൊരു മകളുണ്ട്, പൃഥ. വളരെ സുശീലയും ഭക്തിയുമുള്ളവളാണ് അവൾ. അവൾ ബഹുമാനപൂർവം അങ്ങയെ പരിചരിക്കും. ആ ബ്രാഹ്മണനെ യഥോചിതം സൽക്കരിച്ചിട്ട് രാജാവ് മകളായ പൃഥയോട് പറഞ്ഞു, മകളെ, ഈ ബ്രാഹ്മണൻ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ വിശ്വസിച്ച് ഞാനത് സമ്മതിക്കുകയും ചെയ്തു. ഒരു വിധത്തിലും എൻ്റെ വാക്ക് നീ ലംഘിക്കരുത്. അദ്ദേഹം ആവശ്യപ്പെടുന്ന വസ്തുക്കൾ നീ ഭക്ഷിക്കാതെ അദ്ദേഹത്തിന് കൊടുക്കണം. ഒരു മഹാതാപസനാണ് അദ്ദേഹം. മകളെ, ഈ താപസനെ പരിചരിക്കുന്ന ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഗുരുജനങ്ങളെ ആരാധിക്കുന്നതിൽ നീ സമർത്ഥയാണ് എന്ന് എനിക്കറിയാം. വൃഷ്ണിവംശത്തിൽ പിറന്ന ശൂരസേനൻ്റെ ഓമന മകളായ നിന്നെ ഞാൻ ദത്തെടുക്കുകയായിരുന്നല്ലോ. വാസുദേവരുടെ സഹോദരിയായ നീ എൻ്റെ സന്താനങ്ങളിൽ ശ്രേഷ്ഠയാണ്. തൻ്റെ ആദ്യ സന്തതിയെ എനിക്ക് തരാമെന്ന് ശൂരസേനൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. അങ്ങനെയാണ് നീ എൻ്റെ പുത്രിയായത്. ഈ തപോധനനെ യഥോചിതം ആദരിച്ചാൽ നിനക്ക് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പൃഥ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ വാക്കനുസരിച്ച് എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഈ ബ്രാഹ്മണനെ പരിചരിക്കാം. അദ്ദേഹം ഏത് സമയത്ത് വന്നാലും കോപിക്കാൻ ഇടവരാതെ വേണ്ടുന്ന ശുശ്രൂഷകൾ ഞാൻ ചെയ്തു കൊള്ളാം. അതനുസരിച്ച് രാജാവ് താപസനോട് പറഞ്ഞു, ബ്രാഹ്മൺ, എൻ്റെ ഈ മകൾ വളരെ ചെറുപ്പമാണ്. അല്ലലില്ലാതെ ഇവിടെ വളർന്നവളാകയാൽ അവളിൽ വല്ല തെറ്റും കണ്ടാൽ അങ്ങ് കോപിക്കരുത്. മഹാന്മാരായ ബ്രാഹ്മണർ വൃദ്ധജനങ്ങളോടും കുട്ടികളോടും താപസന്മാരോടും കോപിക്കാറില്ല. അവരൊക്കെ തെറ്റു ചെയ്താലും ക്ഷമിക്കുകയാണ് ധർമ്മം. അനന്തരം രാജാവ് ആ താപസൻ്റെ സുഖവാസത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. രാജകുമാരിയായ പൃഥ മടിയോ സങ്കോചമോ കൂടാതെ ആ താപസൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊണ്ടിരുന്നു. അദ്ദേഹം കോപിച്ചാലും വഴക്കു പറഞ്ഞാലും ക്ഷമയോടെ കേട്ട് അനുസരിക്കാൻ മാത്രം പൃഥ ഒരുക്കമായിരുന്നു. താപസൻ തോന്നിയതുപോലെ വരികയും തോന്നിയതുപോലെ പോവുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോൾ വരും, വരാതിരിക്കും. അസമയത്ത് കിട്ടാൻ പ്രയാസമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യപ്പെടും. പൃഥയുടെ അടക്കവും ഒതുക്കവും സൽസ്വഭാവവുമെല്ലാം കണ്ട് താപസൻ സന്തോഷിച്ചു. കുന്തിഭോജൻ പ്രഭാതത്തിലും സായാഹ്നത്തിലും താപസൻ്റെ സുഖവിവരങ്ങൾ പൃഥയോട് ആരാഞ്ഞു. 1 വർഷം അങ്ങനെ കഴിഞ്ഞിട്ടും പൃഥയുടെ മേൽ യാതൊരു ദോഷ ആരോപണവും നടത്താൻ പറ്റിയില്ല. ഒരു ദിവസം അദ്ദേഹം പൃഥയോട് പറഞ്ഞു, ഭദ്രേ, നിന്റെ ശുശ്രൂഷാ വൈഭവം കൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. നീ എന്തു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക. അത് കേട്ട് പൃഥ പറഞ്ഞു, മാമുനെ, വേദജ്ഞരിൽ ശ്രേഷ്ഠനായ അങ്ങും എൻ്റെ പിതാവും സന്തുഷ്ടരാകണമെന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഇപ്പോൾ എനിക്ക് വരങ്ങളൊന്നും ആവശ്യമില്ല. ബ്രാഹ്മണൻ പറഞ്ഞു, ഭദ്രേ, നിനക്ക് വരങ്ങളൊന്നും ആവശ്യമില്ലെങ്കിൽ
ദേവന്മാരെ ആവാഹിക്കാനുള്ള മന്ത്രം എന്നിൽ നിന്നും ഗ്രഹിച്ചു കൊള്ളുക. ഈ മന്ത്രം കൊണ്ട് ആവാഹിക്കുന്ന ദേവൻ നിനക്ക് അധീനനായി ഭവിക്കും. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ദേവൻ ഈ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ശാന്തനായി ഒരു ഭൃത്യനെ പോലെ വിനീതഭാവത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കും. താപസന്റെ ശാപത്തെ ഭയന്ന് പൃഥ മന്ത്രം നൽകാനുള്ള നിർദ്ദേശത്തെ നിഷേധിച്ചതുമില്ല. അതുകണ്ട് അദ്ദേഹം അഥർവവേദത്തിലെ ചില മന്ത്രങ്ങൾ പൃഥയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് താപസൻ രാജാവിനോട് വിട വാങ്ങിക്കൊണ്ട് അന്തർധാനം ചെയ്തു. ബ്രാഹ്മണൻ പോയി കഴിഞ്ഞപ്പോൾ പൃഥ മന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആശങ്കാകുലയായി. ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഒരു ദിവസം കൊട്ടാരക്കെട്ടിലിരുന്നു കൊണ്ട് ഉദിച്ചുവരുന്ന സൂര്യനെ അവൾ നോക്കി. കവചകുണ്ടലധാരിയായ സൂര്യനാരായണൻ അവളുടെ ഭാവനയിൽ തെളിഞ്ഞു. ബ്രാഹ്മണൻ നൽകിയിട്ടുള്ള മന്ത്രത്തിൻ്റെ ശക്തി പരീക്ഷിച്ചറിയാൻ പൃഥ ആഗ്രഹിച്ചു. വിധിപ്രകാരം പ്രാണായാമത്തോടെ മന്ത്രം ജപിച്ച് അവൾ സൂര്യദേവനെ ആവാഹിച്ചു. പിംഗലവർണ്ണനും മന്ദസ്മിതം തൂകിയവനും സർവാലങ്കാരഭൂഷിതനുമായ ആദിത്യദേവൻ അവളുടെ അന്തഃപുരത്തിൽ വന്നു. അദ്ദേഹം മധുരസ്വരത്തിൽ പൃഥയോട് പറഞ്ഞു, ഭദ്രേ, നിന്റെ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നെത്തിയത്. ഞാൻ എന്തു ചെയ്യണം? നീ ആഗ്രഹിക്കുന്നതെന്തും ഞാൻ ചെയ്യാം. പൃഥ പറഞ്ഞു, ഭഗവാൻ, അങ്ങ് വന്നതുപോലെ തിരികെ പൊയ്ക്കൊള്ളണം. ഞാൻ വെറുതെ ഒരു രസത്തിനു വേണ്ടി ആവാഹിച്ചു നോക്കിയതാണ്. ക്ഷമിക്കാൻ ദയവുണ്ടാകണം. സൂര്യൻ പറഞ്ഞു, സുന്ദരി, എന്നോട് പോകാൻ പറയുന്നുവെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. പക്ഷേ ദേവന്മാരെ ആവാഹിച്ചു വരുത്തിയിട്ട് ഒന്നും നേടാതെ തിരിച്ചയക്കുന്നത് ന്യായമല്ല. നിന്റെ അന്തർഗതം കൂടി എനിക്കറിയാം. സൂര്യനിൽ നിന്ന് എനിക്കൊരു പുത്രനുണ്ടാകണം. അവന് കവചകുണ്ടലങ്ങൾ ഉണ്ടായിരിക്കണം. അവൻ ലോകപ്രശസ്തനായ പരാക്രമിയാകണം എന്നൊക്കെ നീ ആഗ്രഹിച്ചില്ലേ? ഇനി നീ സ്വയം സമർപ്പിക്കൂ. നീ സങ്കല്പിച്ച രീതിയിലുള്ള ഒരു പുത്രൻ തന്നെ നിനക്കുണ്ടാകും. പൃഥ പറഞ്ഞു, ഭഗവാൻ, അങ്ങ് തേരിലേറി തിരിച്ചെഴുന്നള്ളിയാലും ഒരു കന്യകയായ ഞാൻ ഈ മട്ടിൽ പ്രവർത്തിച്ചാൽ ദോഷമേ ഉണ്ടാകൂ. ഈ ശരീരം ആർക്കെങ്കിലും ദാനം ചെയ്യാൻ എൻ്റെ അച്ഛനമ്മമാർക്കും ഗുരുജനങ്ങൾക്കും മാത്രമാണ് അധികാരം. ഞാൻ ധർമ്മലോപം വരുത്തുകയില്ല. സ്ത്രീകളുടെ സദാചാരനിഷ്ഠയെ ലോകർ ആദരിക്കുന്നു. സ്വന്തം ശരീരത്തെ അനാചാരത്തിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ ധർമ്മം. മന്ത്രത്തിൻ്റെ ശക്തി പരീക്ഷിക്കാനായി അങ്ങയെ ആവാഹിച്ചത് എൻ്റെ മൗഢ്യമാണ്. ഭഗവാൻ, ഒരു ബാലികയായി മാത്രം കരുതി അങ്ങ് എൻ്റെ തെറ്റ് പൊറുക്കണം. സൂര്യഭഗവാൻ പറഞ്ഞു, നീ ഒരു ബാലികയായതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചത്. മറ്റേതെങ്കിലും സ്ത്രീ ആയിരുന്നെങ്കിൽ ഞാൻ ഈ വിധം അപേക്ഷിക്കുകയില്ലായിരുന്നു. കുന്തി, നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ. അതുകൊണ്ട് നല്ലതേ ഉണ്ടാകൂ. കുന്തിദേവി പറഞ്ഞു, ദേവാ, എൻ്റെ മാതാപിതാക്കളും മറ്റു ബന്ധുജനങ്ങളും ജീവിച്ചിരിക്കെ ഞാൻ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നത് ശരിയല്ല. അത് നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. മാത്രമല്ല, ഈ സമാഗമം കൊണ്ട് എൻ്റെ കുലത്തിന് ദുഷ്പേരുണ്ടാകും. ഇത് ധർമ്മമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. അങ്ങയുടെ ആഗ്രഹം സഫലമാകട്ടെ. ലോകത്ത് സകല ജീവികളുടെയും ധർമ്മവും യശസ്സും ആയുസ്സുമെല്ലാം കർമ്മസാക്ഷിയായ അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. സൂര്യദേവൻ പറഞ്ഞു, സുന്ദരി, ഇതുകൊണ്ട് നിന്റെ പ്രവൃത്തി അധാർമികമാണെന്ന് ആരും പറയുകയില്ല. ലോകഹിതം മുഖ്യമായി കരുതുന്ന എനിക്ക് അധർമ്മം പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയും?
കുന്തിദേവി പറഞ്ഞു, ഭഗവാൻ, അങ്ങനെയാണെങ്കിൽ എന്നിൽ ജനിക്കുന്ന പുത്രൻ ജന്മനാ തന്നെ കവചകുണ്ടലങ്ങൾ ഉണ്ടായിരിക്കണം. ആ ബാലൻ സുന്ദരനും തേജസ്വിയും ഓജസ്വിയും പരാക്രമിയും കീർത്തിമാനും ആകണം. സൂര്യദേവൻ പറഞ്ഞു, രാജകുമാരി, അമ്മയായ അതിഥി എനിക്ക് തന്നിട്ടുള്ള ദിവ്യമായ കവചവും കുണ്ടലങ്ങളും ഞാൻ ബാലന് നൽകാം. പൃഥ എന്ന കുന്തിദേവി പറഞ്ഞു, അങ്ങ് പറഞ്ഞ രീതിയിൽ ഉത്തമനായ പുത്രൻ ജനിക്കുമെങ്കിൽ നമുക്ക് സഹവസിക്കാം. ഭാസ്കര ഭഗവാൻ തേജസ് കൊണ്ട് പൃഥയെ മോഹിപ്പിച്ചു. യോഗശക്തി കൊണ്ട് അവളുടെ ഉള്ളിൽ കടന്ന് ഗർഭം സ്ഥാപിച്ചു. അവളുടെ കന്യകാത്വം നശിച്ചില്ല. ഗർഭധാനം നടന്നു കഴിഞ്ഞാണ് കുന്തിക്ക് ബോധം വീണ്ടു കിട്ടിയത്. അന്തഃപുരത്തിലെ ഒരു ധാത്രി മാത്രമേ ഈ വിവരം അറിഞ്ഞുള്ളൂ. യഥാകാലം അവൾ ദേവതുല്യനായ ഒരു ബാലന് ജന്മം നൽകി. സൂര്യൻ്റെ കാരുണ്യത്താൽ കുന്തിയുടെ കന്യകാത്വത്തിന് അപ്പോഴും യാതൊരു ഭംഗവും സംഭവിച്ചില്ല. ജനനവേളയിൽ തന്നെ ആ ബാലൻ പിതാവിനെ പോലെ കവചകുണ്ടലങ്ങൾ അണിഞ്ഞിരുന്നു. പൃഥ ധാത്രി മുഖേന ഒരു കൂടയുണ്ടാക്കിച്ചു. അതിനുള്ളിൽ തുണികൾ വിരിച്ച് മെഴുകു പുരട്ടി ആ നവജാത ശിശുവിനെ ആ കൂടയിൽ കിടത്തി അടച്ചുമൂടി അശ്വനദിയിൽ ഒഴുക്കിവിട്ടു. ആ സമയത്ത് കുന്തിദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ത്രിലോകങ്ങളിലുമുള്ള സകല ജീവികളും നിന്നെ അനുഗ്രഹിക്കട്ടെ, നിനക്ക് നന്മ വരുത്തട്ടെ, നിന്റെ മാർഗം മംഗളമയമാകട്ടെ, ശത്രുവിൽ നിന്ന് നിനക്ക് ദോഷമുണ്ടാകാതിരിക്കട്ടെ, ജലത്തിൽ വരുണനും ആകാശത്തിൽ വായുവും നിന്റെ രക്ഷകരാകട്ടെ, നിന്റെ പിതാവായ സൂര്യദേവൻ എല്ലായിടത്തും നിന്നെ രക്ഷിക്കട്ടെ, നീ എവിടെ പോയാലും ഈ കവചകുണ്ടലങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞുകൊള്ളാം. കുന്തിദേവി ഏറെ നേരം നദിക്കരയിൽ വിലപിച്ചുകൊണ്ടേയിരുന്നു. ഒഴുക്കിൽപ്പെട്ട കൂട കണ്ണിൽ നിന്നു മറഞ്ഞു. ഒടുവിൽ രാജകുമാരി ധാത്രിയോടൊപ്പം കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് കർണൻ്റെ ജനനകഥ. ബാക്കി ഭാഗം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കമൻ്റ് ഇട്ടോളൂ, പറയാം. കഥ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കമൻ്റ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ കഥകളൊക്കെ എല്ലാവരും കേൾക്കണം. ശിശുപാലമോക്ഷം, അതുപോലെ ചാത്തന്മാരുടെ കഥ, ആവണങ്ങാട്ട് കളരിയും ചാത്തന്മാരും, പിന്നെ തിരുവിഴ മഹാദേവൻ, ഇങ്ങനെ ധാരാളം കഥകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതുപോലെ ഉത്തരരാമായണത്തിൻ്റെ അവസാന ഭാഗം. എല്ലാവരും കഥകൾ കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക, നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക. എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. ഹരേ കൃഷ്ണ.